ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെയൊക്കെ കൂട്ടി വെറുതെ ഒരു യാത്ര ഇങ്ങ് പോകുന്നു. തെങ്കാശി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തെന്മല കഴിഞ്ഞ് ഇപ്പോൾ ഒരു വനമേഖലയിൽ കടന്നിരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ കണ്ടപ്പോൾ ഇവിടെയാണ് ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ അങ്ങോട്ട് ഒരു വനമേഖല ആയതുകൊണ്ട് പ്രോപ്പർ സ്ഥലമൊന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിലെ. അപ്പോൾ എനിവേ നല്ലൊരു സ്ഥലമാണ്, നമുക്ക് മുമ്പോട്ട് പോകാം. എന്തൊക്കെ കാണുമെന്ന് ഒക്കെ നമുക്ക് സർപ്രൈസാണ്. കാരണം ഞാനും ആദ്യം കാണുവാണ്. അപ്പോൾ എന്താണേലും നിങ്ങളെ കൂടെ നമ്മുടെ ഒപ്പം കൂട്ടാമെന്ന് വെച്ച്. അപ്പം നമുക്ക് പോയാലോ? വാ. നമ്മൾ തെന്മല തെങ്കാശി റൂട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് നമ്മൾ റോഡിൻ്റെ മുകളിൽ കൂടെ റെയിൽവേ പാളം പോകുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഒരുപാട് പഴക്കമുള്ളതാണ്. മറ്റേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു റെയിൽ പാളമാണ്. ആദ്യം ഇത് കരിവണ്ടിയായിരുന്നു ഇതിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിനുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് അതിൻ്റെ മുകളിൽ പോയി ഒന്ന് കാണാം കേട്ടോ. എന്താണേലും ഭയങ്കര അത്ഭുതകരമായ കാഴ്ചകളാണ്. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനത്തെയൊക്കെ നിർമ്മിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വനമേഖലയിൽ. ഇത് നമ്മൾ തെന്മല തെങ്കാശി റോഡാണ്. ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേന് ഇതൊരു റെയിൽവേ പാളമാണ് കേട്ടോ. ഈ റെയിൽവേ പാളത്തിന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന റെയിൽവേ പാളമാണ്. നമുക്ക് നോക്കിയാൽ കാണാം കണ്ടോ, പാറയെല്ലാം തുറന്നാണ് ഈ റെയിൽവേ പാളം ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നത്തെ കാലത്ത് എത്ര എഫേർട്ട് എടുത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി. അന്ന് ഇത് കരിവണ്ടി ഓടിയിരുന്ന പാളമാണ്. പക്ഷേ ഇന്നിപ്പം ഇലക്ട്രിക് ട്രെയിനുകളുണ്ട്. കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ആ ഒരു ഇവിടെ എല്ലാം തുരങ്കങ്ങളാണ് കേട്ടോ. ഇവിടെ പാറയാണ് ഇതിൻ്റെ മുകളിലൊക്കെ. ഇതിനകത്ത് വയ്ക്കാൻ ശരിക്കും ചെറിയ പേടിയുണ്ട്. ഇവിടെ ആൾക്കാരില്ല. ഇതൊക്കെ ഒരു വനപ്രദേശമാണേ. അങ്ങോട്ട് നോക്കിയാൽ അതിന് അങ്ങ് വെട്ടങ്ങുണ്ടോ, ഈ ഒരു പാറ തുറന്ന് അപ്പുറം പിന്നെ നോർമലായിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ ഒരു ഏരിയ ആണ്. ഒരു പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ. എങ്ങനെയാണോ അന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്തെന്ന് നമുക്ക് അത്ഭുതം വരുമേ. ഇത് ആര്യങ്കാവ് എന്ന് പറയുന്ന ആര്യങ്കാവ് തീരുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്, തമിഴ്നാട്ടിലോട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഇവിടെ ആളുകളൊക്കെ വന്ന് ഇറങ്ങി നിന്ന് ഇങ്ങനെ കാണുന്നൊരു സ്ഥലമാണ് കേട്ടോ. നേരെ ദൂരെ കാണുന്നതാണ് തമിഴ്നാട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. ഇതുണ്ട് നമ്മൾ റോഡിൽ തന്നെ ഒരു വലിയൊരു പേരാലാണ് നിൽക്കുന്നത്. ഭയങ്കര ഒരു വടവൃക്ഷമായിട്ടാണ് നിൽക്കുന്നത്. റോഡിലോട്ടൊക്കെ അതിൻ്റെ കണ്ടോ വേരുകൾ ഇങ്ങനെ താഴ്ന്നു കിടപ്പുണ്ടേ. ഇത് സുന്ദരപാണ്ഡ്യപുരത്ത് നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു തെരുവാണേ. ഇതിൻ്റെ എല്ലാ സൈഡിലും ഇവിടെ മുഴുവൻ അഗ്രഹാരങ്ങളാണ് കേട്ടോ. ഈ 4 വശത്തുള്ള തെരുവുകളുടെ 2 സൈഡിലും ഇവിടെ എല്ലാം കോലങ്ങൾ, ഓരോ വീടിൻ്റെ വാതിലിൽ കോലങ്ങൾ വരച്ചിട്ടുണ്ടേ. നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, വീടുകളാണ്. എല്ലാ വീടുകളുടെ മുറ്റത്തും കോലങ്ങളുണ്ട്. ഞാനൊരു സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ചക്കപ്പഴമാണ് ഇത്. കണ്ടോ, ഇവിടെ ഈ ഒരു ചേട്ടൻ ഇതിങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ചക്കപ്പഴത്തിൻ്റെയൊക്കെ ഇവിടുത്തെ ഒരു ഡിമാൻഡ്. ഇവിടെ ആളുകളൊന്ന് വാങ്ങിക്കുന്നുമുണ്ട് കേട്ടോ. ഇങ്ങനെ ചക്ക ഡയറക്റ്റ് ഉരിഞ്ഞ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. ചേട്ടൻ ഇങ്ങനെ ബൈക്കിലാണ് ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി. ചേട്ടാ, ഈ ചക്കപ്പഴം എന്നാ ചേട്ടാ വില? 1 കിലോ 50. ഓഹോ, കണ്ടോ, നമ്മളിതിലെ പറമ്പിൽ കൂടെ വെറുതെ കളയുന്ന സാധനമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ 1 കിലോ 50 കേട്ടോ. ഏതായാലും നല്ല രസമുണ്ട് കാണാം അല്ലേ. ഓക്കെ, ഇതുണ്ടോ ഇവിടെ ഒരു സ്ഥിരം ഭക്ഷണമാണ് കേട്ടോ. പനന്നൊങ്ക ഇവിടുത്തെ ആളുകൾ കുടിക്കുന്നുണ്ടോ? നമ്മുടെ തെങ്കാശി തന്നെയാണ്. ஆமா, கச்சோடத்துக்கு உள்ளாகி எல்லாத்துக்கும் வாங்க வரும். குறிச்சு 2 வாக்கு പറഞ്ഞോളൂ. இந்த பதினி குடிச்சா உடலுக்கு நல்லது. ஆமா, பதினி நல்ல பதினியா வச்சு பாப்பல எப்பொழுதுமே.
കണ്ടോ, ഇവരുടെ ഈ ഒരു ചൂടിന് ഏറ്റവും ഭയങ്കര തണുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ്. തെങ്കാശി ടൗണിൽ എത്തിയിരിക്കുവാണ്. നല്ല വെയിലാണ്. ഇതുണ്ട് വലിയൊരു ക്ഷേത്രമാണിത്. കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. കണ്ടോ, ഭയങ്കര ഹൈറ്റില്ല. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നൊന്നും അറിയില്ലേ. നിറയെ കൊത്തുപണികളാണ് അങ്ങ് മോള് മുതൽ താഴെ വരെ. എന്നിട്ട് അതിലെല്ലാം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെ ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ഇങ്ങനെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പെയിൻറ്റ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അത് പെയിൻറ്റ് അടിച്ചിട്ടില്ല. പക്ഷെ മേളിൽ അങ്ങ് കണ്ണ് ശരിക്കും എത്തത്തില്ല, അത്രയ്ക്ക് ദൂരെ, അത്ര ഉയരെയാണിത്. എല്ലാ കൊത്തുപണികളോടും കൂടി നല്ല ഭയങ്കര ഒരു ക്ഷേത്രമാണ്. പക്ഷെ ഈ ഒരു സമയം അതിനുള്ളിൽ കടക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നത്. അടച്ചിട്ടിരിക്കുകയാണ്. നട്ടുച്ചയല്ല, ചിലപ്പോൾ ഈവനിങ് തുറക്കത്തുള്ളായിരിക്കും. എങ്കിലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. ഇത് ചെങ്കോട്ട കഴിഞ്ഞിട്ട് വരുന്ന പുളിയറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതൊരു മാമ്പഴക്കട. ഇങ്ങനെ ഒരുപാട് മാമ്പഴക്കടകളുണ്ട് നമ്മൾ പോരുന്ന വഴിക്ക്. ഇതൊക്കെ നിങ്ങളുടെ തന്നെ തോട്ടത്തിൽ നിന്നാണോ അതോ? ആ, ഓക്കെ. അപ്പം എല്ലാ ടൈപ്പ് മാങ്ങ ഇവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് മാങ്ങ മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇത് മേടിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇതല്ല നമ്മളിപ്പോ കഴിച്ച മാങ്ങ. ഇത് വേണം. വേറെ വില പറയാൻ ഇതെല്ലാം മുറിക്കണ്ട.